ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചത് ഐക്യരാഷ്ട്ര സംഘടന തന്നെയോ? ഇപ്പോൾ ബംഗ്ലാദേശിനെ ഇസ്ലാമിക വർഗീയ ശക്തികൾക്ക് അമ്മാനമാടാൻ വിട്ടുകൊടുക്കുന്നതിന്റെ പിന്നിലും UN കരങ്ങളുണ്ടോ? അൽ ഖ്വയ്ദ, ISIS, ഹിസ്ബുൽ തഹ്രീർ, ലഷ്കർ-ഇ-തയ്ബ എന്നിവയുടെ പിന്തുണയോടെയാണ് ബംഗ്ലാദേശിൽ ഹസീന സർക്കാരിനെ അട്ടിമറിച്ചത്. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിലെ ഭരണകൂടം ഹിന്ദുക്കൾക്കെതിരായ അക്രമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇസ്കോൺ നേതാക്കളെ തന്നെ അവർ ജയിലിലാക്കുന്നു. 1971 ബംഗ്ലാദേശ് രൂപീകരിച്ചത് തന്നെ പാകിസ്ഥാനെതിരായിട്ടാണെങ്കിൽ ഇന്നവർ പാകിസ്ഥാന്റെ കൂടെ നിന്ന് ഇന്ത്യയെ എതിർക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ പിറകിൽ UN-ഉം അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റുമാണോ? ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷണർ ടർക്ക് ഈയിടെ BBC-യോട് വെളിപ്പെടുത്തിയത് തീവ്രവാദികൾ നേരിട്ട് പിന്തുണ നൽകിയ ഹസീന വിരുദ്ധ പ്രക്ഷോഭത്തിന് നേരെ നടപടിയെടുക്കരുതെന്ന് ഞങ്ങൾ അന്ന് പട്ടാളത്തെ നിർബന്ധിച്ചു എന്നാണ്. ജോർജ് സൊറോസ് ഉൾപ്പെടുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ കളിയാണ് ബംഗ്ലാദേശിലെ UN നടപടികളിലൂടെ വ്യക്തമാകുന്നത്. ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ പാർട്ടിയായ അവാമി ലീഗിനെ നിരോധിച്ച നടപടിയെ UN അംഗീകരിച്ചിരിക്കുന്നതായാണ് UN റെസിഡന്റ് കോർഡിനേറ്റർ ജീൻ ലൂയിസും മുഹമ്മദ് യൂനിസും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലൂടെ വ്യക്തമാവുന്നത്.